പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഏകദേശം 2800ഓളം പ്രവചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2000-ലധികം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. 800ഓളം പ്രവചനങ്ങൾ ഇനിയും നിവർത്തിക്കപ്പെടുവാനായിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായിട്ട് അനുബന്ധിച്ചുള്ളവയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 28% മുതൽ 30% വരെ പ്രവചന ഭാഗങ്ങളാണ്. അതുതന്നെയാണ് ഈ പുസ്തകത്തെ ഇതര പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ, 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യങ്ങൾ. ഒരു ക്ലാസ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ചിലരൊക്കെ ചോദിച്ച് എന്താണ് ഇടാത്തതെന്ന്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ തുടർച്ചയായിട്ട് പ്രസംഗിച്ച 3 സന്ദേശങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത്. ഇന്ന് നമ്മൾ വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർമാനമായിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത് 8-ാം അധ്യായത്തിലെ 7 കാഹളവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ 3 കാഹളമാണ്. 1-ാമത്തെ കാഹളം ഊതുമ്പോൾ നമ്മൾ കണ്ടത് പച്ചപ്പിൻ്റെ മേലുള്ള ദൈവിക ന്യായവിധിയാണ്. 2-ാമത്തെ കാഹളത്തിൽ സമുദ്രത്തിന് മേലും, 3-ാമത്തെ കാഹളം ഊതുമ്പോൾ സകല ശുദ്ധജല സ്രോതസ്സിന് മേലുമുള്ള ദൈവിക ന്യായവിധിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 8-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യവും 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവുമാണ്. 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ വാക്യം കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും 3-1 ബാധ തട്ടി എന്നുള്ളതാണ്. ബാധ തട്ടിയതിന് ശേഷം ഇരുണ്ടുപോയി, രാവും പകലും 3-1 വെളിച്ചമില്ലാതെയായി. ഈ ബാധ എങ്ങനെയാണെന്നോ എന്താണെന്നോ അവിടെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ദൈവവചനം പഠിക്കുമ്പോൾ, വേദപുസ്തകത്തിലെ ഇതര ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിർഗോളങ്ങളിലെ ദൈവിക ന്യായവിധി നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെ പറയുന്നുണ്ട്, സൂര്യനിലും ചന്ദ്രനിലും അതുപോലെ തന്നെ സമുദ്രത്തിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകനായ യോവേൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ദൂതൻ ക്രോധ കലശം സൂര്യന്റെ മേൽ ഒഴിക്കുമ്പോൾ സൂര്യന് ചൂടുകൊണ്ട് മനുഷ്യരെ ദഹിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം അതിന് അധികാരം കിട്ടി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ ദൈവിക ന്യായവിധി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും നക്ഷത്രങ്ങളുടെ മേലുമൊക്കെ ദൈവിക ന്യായവിധി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ശാസ്ത്രലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയിലെ ചൂട് കുറയ്ക്കുവാനായിട്ട് രാജ്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് സൂര്യന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു, അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു, എവറസ്റ്റിലെ പോലും അല്ലെങ്കിൽ ഹിമാലയ പർവ്വതങ്ങൾ പോലെയുള്ള പർവ്വത നിരകളിലെ പോലും മഞ്ഞുകൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, സമുദ്രജലത്തിന്റെ നിരപ്പ് അപകടകരമാം വണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, കൊച്ചി പോലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വെള്ളത്തിനടിയിലായി തീരുമെന്നുള്ള പഠനങ്ങളും പത്രവാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നന്നായി വിശകലനം ചെയ്യുമ്പോൾ, അവലോകനം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ ജ്യോതിർഗോളങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്ന ദൈവിക ന്യായവിധിയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പ്രവാചകനായ മലാഖിയുടെ പുസ്തകം ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, സകല മനുഷ്യരും വെന്തുരുകി പോകുന്ന രീതിയിൽ ഭൂമിയിൽ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് കാണുമ്പോൾ ഒരു ദൈവ പൈതൽ ഭയപ്പെടുവാനായിട്ടല്ല, ഇതെല്ലാം ദൈവിക ന്യായവിധിയുടെ ആരംഭമാണെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ പുതുക്കുകയും കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. അടുത്തതായിട്ട് 13-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു
കഴുക് കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കഴുക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിലും ചില ട്രാൻസ്ലേഷനുകളിൽ ഏഞ്ചൽ എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു കഴുകനല്ല, ഒരു ദൂതൻ തന്നെയാകാം എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ 4-5 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ 4 ജീവികളെ നമ്മൾ കണ്ടു. അവിടെ കഴുകിന്റെ മുഖത്തിന്റെ സാദൃശ്യമുള്ള ഒരു ജീവിയെ നമ്മൾ കണ്ടു. അന്ന് നമ്മൾ പറഞ്ഞു, ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും പ്രതിനിധികളായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസന്നമായ ദൈവിക ന്യായവിധിയെ പ്രഘോഷിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഒരു ജീവി തന്നെ പറന്നു അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. എന്തായാലും ആസന്നമായ ദൈവിക ന്യായവിധിയെക്കുറിച്ച് അവരിങ്ങനെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് 8-ാം അധ്യായം തീരുന്നത്. അടുത്ത 9 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള 3 കാഹളനാദവും അനുബന്ധമായിട്ടുള്ള സംഭവവും നമുക്ക് കാണാനായിട്ട് പറ്റും. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു എന്നുള്ളതാണ്. നക്ഷത്രം വീണ് കിടക്കുമ്പോൾ നക്ഷത്രത്തിന് താക്കോല് കിട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് ആക്ഷരികമായ നക്ഷത്രമല്ല. കാരണം നക്ഷത്രത്തിന് എങ്ങനെയാണ് താക്കോല് കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ ഇതൊരു ദൂതൻ തന്നെയാകാം എന്നുള്ളതാണ് വേദപഠിതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളൊന്നും നൽകുന്നില്ല. കാരണം ഇത് വളരെ ഗഹനമായ ആഴമായ ഒരു വിഷയമാണ്. അഗാധ കൂപം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ തരം തിരിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള പഠനത്തെ പോലെ തന്നെ അധോലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. വചനത്തിൽ നിന്ന് എത്ര ഭാഗങ്ങൾ അതിനുണ്ട്, എന്തെല്ലാമാണ് വചനം അതിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അപ്പം ഇവിടെ 9-ാം അധ്യായം ആരംഭിക്കുമ്പോൾ 5-ാമത്തെ ദൂതൻ ഊതുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ദൂതന്മാരുമായി ബന്ധപ്പെട്ടുള്ള കഷ്ടതകൾ 8-ാം അധ്യായത്തിൽ കഴിഞ്ഞു. 9-ാം അധ്യായം മുതൽ 5-ാമത്തെ ദൂതൻ ഊതുന്ന കാര്യമാണ്. ഈ 9-ാം അധ്യായം വളരെ ദീർഘമായ ഒരു അധ്യായമാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ ഈ അദൃശ്യ ലോകത്തിൽ നിന്നുള്ള ദൈവിക ന്യായവിധി നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം 8-ാമത്തെ അധ്യായത്തിലെ 4 കഷ്ടതകളും നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യ ലോകത്തിലുള്ള ന്യായവിധിയാണ്. പക്ഷെ 9-ാം അധ്യായം മുതൽ അദൃശ്യ ലോകത്തിൽ നിന്നുള്ള ദൈവിക ന്യായവിധി ഈ ഭൂമിയിലേക്ക് വരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശാലമായി ഗൗരവമായി നമുക്ക് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിക്കുകയും പിന്നീട് അഗാധ കൂപം തുറക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പ്രത്യേക തരത്തിലുള്ള ജീവികൾ പുറത്തേക്ക് വന്ന് ഭൂമിയിലെ മനുഷ്യരെ ദണ്ഡിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ജീവികൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഉള്ളതിൻ്റെ വിശദമായ ചില വ്യാഖ്യാനം പഠനം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിത്തരാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.